ഈ സ്വർണ്ണച്ചെയിന്റെ തൂക്കം കൊണ്ട് എന്റെ കഴുത്തിങ്ങനെ ഒലയ. അങ്ങനെയാണ് എന്റെ അരയിൽ എത്ര കാലമായി ഞാൻ ഈ ബെൽറ്റ് ഇട്ടുണ്ട്. അന്നേരം എന്റെ ഈ ഊരൊടിഞ്ഞോണ്ടേ. ഇത് നിങ്ങളെ ഒലക്കമ്മലെ ബെൽറ്റ് പോലെയല്ല, ഇത് സ്വർണത്തിന്റെ ചെയിനാ. ഈ ചെയിന് കണ്ടപ്പോ വടക്കേലെ ഖദീജന്റെ കണ്ണ് തള്ളിനി. തന്നെ പണ്ടരടങ്ങാൻ ഒരൊറ്റ ബസ്സും കാണുന്നില്ലല്ലോ. കണക്കിനാണെങ്കിലും നിക്ക കഴിഞ്ഞിട്ടേ നമ്മളവിടെ എത്തൂ. ആമിനജി വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഞമ്മളാണ് ചെല്ലാൻ നേരം വൈകിണ്ടെങ്കിലും ഞണ്ണാനാടുണ്ടാവൂലേ. അവിടെ ഗുഹയിലല്ലേ പരിപാടി. ഗുഹയെ? ആമിന, നമ്മൾ ഈ കല്യാണ പറയിലൊക്കെ പോയിണ്ടെങ്കിൽ പ്ലേറ്റും കൊണ്ടുപോയിട്ട് ഇറന്ന് തിന്ന് വാങ്ങില്ലേ. എന്തേലും പറഞ്ഞത് ഗുഹ. ഓ, അത് ബൊഫേ. വല്ലാത്തൊരു കഷ്ടണ്ട്. എന്നാലേ ഞാൻ തിന്ന് പള്ള നിറയ്ക്കാനല്ല അങ്ങോട്ട് പോണത്. പിന്നെ നിങ്ങൾ ഇന്നലെ വാങ്ങി തന്ന 10 പവന്റെ മാല എല്ലാ പെണ്ണുങ്ങളെ ഒന്ന് കാണിക്കണം. അതിന്റെ ഒരു ആവശ്യം. എന്റെ മാപ്പിള അന്തം കമ്മിയാന്നാണ് എല്ലാ പെണ്ണുങ്ങളും പറയല്. അതങ്ങനെയല്ലാന്ന് എനിക്ക് തെളിയിക്കണം. ഞാൻ അന്തം കമ്മിയാന്ന് ഏത് പെണ്ണുങ്ങളാ എന്നോട് പറഞ്ഞേ? അത് ഈ നാട്ടിലെ ഏത് പെണ്ണുങ്ങളാ പറയാത്തേ? ഞമ്മളെ വടക്കേലെ ഖദീജ ചോദിച്ചു. ഓള് മാത്രം ഇതുവരെ നിങ്ങൾ അന്തം കമ്മിയാന്ന് പറഞ്ഞില്ല. ഖദീജല്ലേ? ഓള് പറയില്ല. ഓക്കിന്നെ കുറച്ച് നന്നായിട്ട് അറിയാം. അത് ശരിയാ. ഓള് നിങ്ങൾ അന്തം കമ്മിന്നല്ല വിളിക്കല്. പിന്നെ ഓളെ നിങ്ങൾ അര പൈസക്കും പറ്റാത്ത വെറും പൊട്ടാടിയാന്നാ പറയല്. ഖദീജേ, നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഓളെ കെട്ടിയോണ്ടേച്ച് പോയാൽ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? അത് ഓളോട് പോയി ചോദിച്ചു. നിങ്ങൾ വണ്ടി പിടിച്ചേക്കി അതെ ഉന്തി കൊടുക്കേ. ഞാൻ വണ്ടി വരിക. എന്റെ മാല കള്ളം കൊണ്ടായോ? നിങ്ങൾ പുഷപ്പെടുത്ത് കളിക്ക. വേഗം പോലീസിനെ വിളിക്കുന്നേ. നോലോളിക്കലാമിന, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മാലെടുത്തുള്ള ഒരു കാലത്തും കെട്ടി പിടിക്കൂല. ഇജ്ജി കണ്ടോ, ഓൻ ഗത്യന്തരല്ലാതെ അന്റെ കാൽക്ക വന്ന് വീഴും. അമ്മാരി ശപിക്കല നമ്മളോനെ ശപിച്ചു. ശപിക്കാൻ നിങ്ങൾ ആരാ? മഹർഷിയോ? മഹർഷി അല്ലെങ്കിലും എന്റെ ശാപത്തിന്റെ ഫലം ഇജ്ജി കണ്ടോ. ഓൻ അന്നിന്റെ അരിഞ്ഞ് ഇവിടെ വരും. ജോനിക്കോ ഓൻ വരുവോ വരാതിരിക്കുക എന്താ ചെയ്തോട്ടെ. നിങ്ങൾ പോലീസിനെ വിളിക്ക്. 100 വിളിക്കുന്നേ. 10 പവനാ പോയെ. ഹലോ. Sorry, but the person you called is not available. Please leave your message after the tone. ഇങ്ങനൊരു നമ്പർ നിലവിലില്ലാന്നാണല്ലോ പറയുന്നേ. ഏട് നോക്കട്ടെ. നോക്ക്. 1000. 100 എത്ര പൂജ്യാണല്ലേ? ഹലോ. ഹലോ, ഇന്ത്യൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. ആരാണ്? ഇത് 100 അല്ലേ? സ്നേഹമുള്ളവരൊക്കെ എന്നെ 100 എന്നാ വിളിക്കല്. ശരിക്കും എന്റെ പേര് നൂറുദ്ദീന. ഇതെന്തോ അലക്കമല്ലേ ഫോണാ? 100 അടിച്ചപ്പോ പോയതെങ്ങട്ടാ? ഹലോ, നിങ്ങൾ അടിക്കൂ. സാറേ, ഞാൻ 100 ഞെക്കിയപ്പോ കിട്ടിയത് നിങ്ങളെയാ. സാറോ? ഞാനോ? ഞാൻ ഇവിടെ ചായ കൊണ്ടുകൊടുക്കാൻ വന്ന നൂറുദ്ദീന. സാറ് ബാത്റൂം പോയതാണ്. എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ആ സാറിനൊന്ന് കൊടുക്കോ? നിങ്ങൾ കരയില്ലേന്ന്? ഒരു പെണ്ണിന് കരച്ചിലേക്ക് എനിക്ക് കഴിയൂല. ഞാൻ കൊടുത്തോ പോരെ? കൊടുക്കി. എപ്പോ കൊടുത്തെന്ന് വെച്ചാ മതി. ആഹാ, ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാട്ട് കക്കൂസ് പോയി കുത്തിരിക്ക. പെണ്ണിനെ പീഡിപ്പിക്കേ? ഭാഗ്യത്തിനോട് പോലീസിനെ വിളിച്ച പിന്നെ കിട്ടിയേ. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചില്ലായി. വേഗം പൈസ കൊടുത്താട്ട് തടി വെച്ചാ നോക്കിന്ന്. ഇനി ചായ പോയിട്ട് ഒരു പച്ചവെള്ളം ഞങ്ങൾ കൊണ്ടു തരില്ല. ഇവിടെ നിന്നാലേ നിങ്ങൾ ഇന്നും പീഡിപ്പിക്കും. ഹലോ, ആരായിരുന്നു? സാറേ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ കിട്ടിയത് നിങ്ങളെയാ. എന്റെ സ്വർണ്ണമാല ബൈക്കിൽ വന്ന് ഒരുത്തം പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. നായിന്റെ മോനെ എണക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സാറേ, 10 പവന്റെ മാലയാ. കഷ്ടം. വല്ല പുഴയിലോ തോട്ടിലോ വീണ മാലയാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേനി. ഇതിപ്പോ പുഴയെന്ന് മുങ്ങിയെടുത്ത് തരാന്ന്. അത് ഗ്യാരണ്ടി. ഹലോ, പറയൂ സാറേ. അവൻ ചെയിനായിട്ട് പോയാ ചാടി. പോയേ ചാടിയ മാല വെള്ളത്തു പോവല്ലോ. അത് പിന്നെ ഉറപ്പല്ലേ? അങ്ങനെ എങ്ങാനും സംഭവിച്ച ഞങ്ങളൊരു വരവുണ്ട്. എങ്ങനെ? ചുവന്ന വണ്ടിയില് ഞാവോ ഞാവോ ലൈറ്റിട്ടൊരു വരവ്. അതൊരു 1.5 വരവേക്കും പോരെ? അത് സംഭവം കലക്കുട്ടോ. അപ്പം തന്നെ പേപ്പറുകാരും ടിവിക്കാരും എത്തൂലേ. പിന്നെ ഞങ്ങള് വൈറലായില്ലേ. ആണോ? പിന്നെ അല്ലാതെയോ. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ട സാറേ? ഒരു വഴിയുണ്ട്. എന്താ സാറേ? നിങ്ങളാ മാല പിടിച്ചു പറിച്ചവനോട് ആ മാല വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് എറിയ. അല്ല, പുഴയില് നല്ല ഒഴുക്കുണ്ടാവൂലേ? അതിന് ഞങ്ങൾ അരയിൽ കയറ് കെട്ടൂലേ. കിണറാണ് കുറച്ചുകൂടി നല്ലതില്ലേ? കിണറാണെങ്കിൽ ഈസിയാ. പിന്നെ
ഞാൻ ഓ, പറയുന്നത് ഇങ്ങോട്ട് നിങ്ങൾ തരി, ശ്രദ്ധിക്കണം. മൂപ്പരെന്തോ പറയുന്നുണ്ട് ഇടക്ക്. ഹലോ ഞാൻ പറയുന്നത് കേൾക്കുണ്ടോ? പറഞ്ഞോളി സാറേ. പിന്നെ ഈ അധികം ആയുള്ള കിണറ്റിലേക്കൊന്നും മാറി എറിയരുതേ. അതെന്താ? അതെന്താന്ന് ചോദിച്ചാലേ ആയുള്ള കിണറ്റിൽ വായുണ്ടാവൂല, ശ്വാസം മുട്ടി ഞങ്ങൾ ചത്തു. ഇങ്ങനാണല്ലോ നിങ്ങളൊക്കെ ചാവ് തന്നെയാന്നല്ലേ? അയ്യോ പടച്ചോനെ, എന്റെ 10 പവന്റെ മാലയാണല്ലോ പോയെ. ഇനി ആ പെണ്ണുങ്ങളെ ഞാൻ എന്താ കാണിച്ചു കൊടുക്ക? അല്ല അമീന, അന്റെ മാല തട്ടി കുറച്ചല്ലോ വരുന്നേ. അല്ല ഇത് എത്ര പവന്റെ മാലാണ്? ഇങ്ങോട്ട് കൊണ്ടാടാ നമുക്ക്. ഇത് 10 പവന്റെ മാലയാ. എന്തേ നാണുണ്ടോടോ അധ്വാനിച്ചുണ്ടാക്കിയ മാല പിടിച്ചു പറിച്ച് പായാൻ? ഇത് ആരധ്വാനിച്ച് വാങ്ങിയ? എന്റെ കെട്ടിയോൻ ദേ ഇങ്ങോട്ട് നോക്ക്. അസൈനാര് എന്തേ ഈ പിടിച്ചെടുത്ത മാലേ വിൽക്കാൻ കൊണ്ടതിന്റെ വാപ്പന്റെ അടുത്തായതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. അല്ലേ ഇപ്പൊ ഞാൻ ജയിലായിരുന്നു. മുക്കേണ്ട വാങ്ങിക്കൊടുത്ത് ഓളെ പറ്റിക്ക. നിങ്ങള് പറഞ്ഞ പോലെ ഗതി കിട്ടാതെ ഓൻ തിരിച്ചു വന്നില്ലേ? എന്നാലേ ഞാൻ എന്താ കല്യാണം കഴിക്കാത്ത നിങ്ങൾക്കറിയോ? ഒരു അരിപ്പാവന്റെ സ്വർണം ഓക്ക് വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. എന്ന് വെച്ച് മുക്കുകൊണ്ടം വാങ്ങിക്കൊടുത്ത് ഒരുത്തിനും ഞാൻ പറ്റിക്കൂല. ശരിക്കും ഞാൻ ഈ കൈ കൊണ്ട് കൊടുക്കേണ്ടത് മെഡുലോ അബ്ലാക്കേറ്റൊക്കെ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നിങ്ങളെ വിചാരിച്ചിട്ട്. പൊന്നാരാമന ഇങ്ങനെ നോക്കണ്ട. ഓനാ പറഞ്ഞ പെണ്ണായിട്ട് എനിക്ക് ഒരിടപാടുമില്ല. ഏത് ചങ്ങായി പറഞ്ഞ 9ാം ക്ലാസ്സിലെ മൃദുല വല്ലാത്തൊരു മന്തിയെന്ന് അയാള്. ഓൻ പോണതാ. ഇയാളൊന്നും അവിടെ നിന്നേ. വിടാനാമിന ഓന്റെ മോന്ത നോക്കിയൊന്ന് പൊട്ടിക്ക്. കൊടുക്കണേ കൊടുക്കണേ. ഓന്റെ ചോർക്ക് നോക്കിക്കാതെ തച്ചൂടായിട്ട്. ഇയാൾക്കുണ്ടായ മാനക്കേടിന് ഞാൻ ക്ഷമ ചോദിക്കുക. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയോ എന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചിട്ടും ഇയാളുടെ ഉടായ്പ എനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വിരോധം ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതം തരുമോ? എപ്പ തന്നു ചോദിച്ചാ മതി. സ്വർണം തെരഞ്ഞെടുത്ത് എനിക്ക് കിട്ടിയ തങ്കത്തിനല്ലേ? തങ്കയോ? എന്റെ പേര് ആമിനാന്നാ. തങ്കാവിന 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 ആമിന ആമിന. അമീന ആമിന പൂമിനിയാ. എന്നാ പിടിച്ചോളി നിങ്ങളെ 10 പവനും ഒലക്കം വില മൊബൈലും. ഞാൻ ഇവരെ കൂടെ പോവാണ്. വണ്ടി എടുക്ക് കയ്യേ. ആമിന, ഞാൻ എന്റെ വാപ്പനോട് വിളിച്ച് പറയട്ടോ. ആ ഫോണുണ്ടല്ലേ നിങ്ങള് വിളിച്ചു പറഞ്ഞോളി. ഹലോ, എന്താ സൈനാക്കേ? ഇതാരാ? ഞാൻ വടക്കേല ഖദീജാണ്. നിങ്ങളെ നമ്പർ എന്റേലുണ്ടല്ലോ. ആണോ? എന്നാലേ എനിക്കൊരു 10 പവന്റെ ചെയിന് എന്റെ വകയിൽ തരാം. ആണോ? എന്നാ ഞാൻ സത്യമായിട്ട് നിങ്ങളെ പറ്റി എന്താ വിചാരിക്കലെന്ന് ഇപ്പൊ പറയട്ടെ. ഓളെ നിങ്ങൾ അര പൈസക്കും പറ്റാത്ത വെറും പൊട്ടാടിയാന്നാ പറയാ. ആഹാ, അത് ഇജ്ജ് പറയണ്ട, അതെനിക്കറിയാ. എന്നാ ഞാൻ പറയുന്നില്ല. അല്ല ഇജ്ജിപ്പ എവിടെയുള്ളത്? ഞാൻ നിങ്ങളെ പറയല്. അല്ല ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആടെ ഞാനും വരൂല. ഇജ്ജ് അവിടെ നിക്ക്. യാ!